ഒരു ദ്വീപിൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു. ആ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് ഈ ചെടിയുടെ വേര് ആഴങ്ങളിലേക്ക് ഊന്നിയിരുന്നു. ഇനി ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ദ്വീപിലെ അന്തേവാസികൾ കണ്ടെത്തിയതാണ്. ഈ ചെടിയുടെ വേര് എങ്ങനെയെങ്കിലും എടുത്ത് പ്രത്യേകമായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വീര്യം കൂടിയ മദ്യമുണ്ടാക്കാമെന്ന് അവർ കണ്ടുപിടിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് അവർക്ക് ഈ വീര്യം കൂടിയ മദ്യം ആവശ്യമാണ്. ആയതിനാൽ എങ്ങനെയും ഈ വേരെടുക്കുവാനായിട്ട് അവർ പരിശ്രമിച്ചു. നമുക്കറിയാം, തൂമ്പയോ അല്ലെങ്കിൽ നല്ല കമ്പിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാവകാശം ആ ചെടിയുടെ വേര് അടർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്ന്. എന്നാൽ ഈ ദ്വീപിലെ നിവാസികൾക്ക് അത് സാധ്യമായിരുന്നില്ല. കാരണം എന്താണ്? അവരുടെ കൈവിരലുകളൊക്കെ അറ്റുപോയിരുന്നു, കാലിലെ വിരലുകളും അറ്റുപോയിരുന്നു, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും അറ്റുപോയിരുന്നു. ചുരുക്കത്തിൽ അവർക്ക് ഒന്നും കൈകൊണ്ട് പിടിക്കുവാൻ സാധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിലൂടെ എങ്ങനെ ഈ ചെടിയുടെ വേരെടുക്കാനായിട്ട് പറ്റും? പക്ഷേ അവർ ഈ ചെടിയുടെ വേരിൽ നിന്ന് ലഭിക്കുന്ന വീര്യം കൂടിയ മദ്യം ഉണ്ടാക്കാം, അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇതെങ്ങനെയും കരസ്ഥമാക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് വേദന സഹിച്ചും അവർ കയ്യിലൂടെ ചോര കിനിയുമ്പോഴും അല്ലെങ്കിൽ വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും അവർ ഈ വേര് കരസ്ഥമാക്കുവാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ വീര്യം കൂടിയ മദ്യം ഉണ്ടാക്കുന്നു. സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ മദ്യം കഴിക്കുകയും അങ്ങനെ അവർ ജീവിതം മുമ്പോട്ട് തള്ളി നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. പ്രിയപ്പെട്ടവരെ, കുഷ്ഠരോഗികളുടെ അപ്പസ്തോലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പുസ്തകത്തിലെ ഏതാനും ഭാഗമാണ് ഞാനിവിടെ പ്രതിപാദിച്ചത്. നമുക്കറിയാം ഈ ദ്വീപിനെക്കുറിച്ച്, മൊളോക്കോ ദ്വീപ്. ഈ ദ്വീപിലേക്ക് ഫാദർ ഡാമിയൻ ചെല്ലുമ്പോഴുണ്ടായ സാഹചര്യങ്ങളാണ് ഞാൻ മേൽ പ്രസ്താവിച്ചത്. പ്രിയപ്പെട്ടവരെ, കൂടാതെ ഈ ദ്വീപിലുള്ള വ്യക്തികൾക്ക് നല്ലൊരു സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 800-ൽ പരം അന്തേവാസികൾ ഉണ്ടായിരുന്നു. നല്ലൊരു വീടുണ്ടായിരുന്നില്ല, ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, ശുദ്ധജലം അവിടെ ലഭ്യമായിരുന്നില്ല, ഭക്ഷണ പദാർത്ഥങ്ങളും അവർക്ക് അത്ര അധികം സുലഭമല്ലായിരുന്നു. കൂടാതെ ചില വ്യക്തികളൊക്കെ തങ്ങളുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ മരിക്കും. എല്ലാ ദിവസവും 1 മരണം 2 മരണമൊക്കെ ഉണ്ട്. ആ മരിക്കുന്നതനുസരിച്ച് പുറത്തുനിന്ന് ഇതുപോലെ കുഷ്ഠരോഗം ബാധിച്ച ആൾക്കാരെയും ഈ ദ്വീപിലേക്ക് വീണ്ടും വീണ്ടും പറഞ്ഞയച്ചു. അങ്ങനെ മനസ്സിടിഞ്ഞ് ആശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയി. ഒരു പ്രതീക്ഷയൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി, ജീവിതം തള്ളി നീക്കണമല്ലോ എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരും ജീവിതം തള്ളി നീക്കുന്ന വ്യക്തികളുമാണ് ഈ ദ്വീപിൽ ഉണ്ടായിരുന്നത്. ഫാദർ ഡാമിയൻ തൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അദ്ദേഹം ഈ ചെടികളൊക്കെ മാറ്റി അതിനു പകരം നല്ല പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുവാനായിട്ട് കൂടെയുള്ളവർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ വന്നു കഴിയുമ്പം പലതരത്തിലുള്ള കളറുള്ള ചെടികൾ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സിന് കുളിർമയേകി. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നല്ല വീടുകൾ പണിയുവാനായിട്ടുള്ള സഹായം ചെയ്തു കൊടുത്തു. അവരെയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു. നല്ല വീടുകൾ പണിതു. പിന്നെ ശുദ്ധജല സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെ വൈദ്യുതിയെല്ലാം ആ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ അവരുടെ ജീവിതത്തിന് ഒരു മാറ്റം വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു മാറ്റത്തിലേക്ക് വന്ന ഒരു കാലഘട്ടം. അവിടെയുള്ളവർ ആദ്യ നാളുകളിൽ വലിയ ദുഃഖത്തിലൂടെ വ്യതയിലൂടെ കടന്നു പോയപ്പോൾ ഈ ഫാദർ അവിടെ ചെല്ലുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുകയും ഒരു പ്രതീക്ഷ അവരുടെ ജീവിതത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ദൈവത്തിങ്കിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിസന്ധികളാണ്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ പ്രതിസന്ധികളിൽ ദൈവത്തിങ്കിലേക്ക് നോക്കാതെ നമ്മിലേക്ക് തന്നെ നോക്കുമ്പോൾ, നമ്മുടെ ദുഃഖങ്ങളിലേക്കും കുറവുകളിലേക്കും നോക്കുമ്പോൾ അവിടെയാണ് ജീവിതത്തിൽ വേദനയുണ്ടാവുക, നിരാശയുടെ അടിമത്തങ്ങളിലൂടെ കടന്നു പോവുക.
വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുവാൻ നിൽക്കുന്ന ഒരു നിമിഷം അവര് ആ സമയം ചിന്തിച്ചത്, പിറകെ വരുന്ന ഫറവോയുടെ സൈന്യത്തെക്കുറിച്ച് ചിന്തിച്ചു, വിശാലമായ ഈ കടലിനെ കുറിച്ച് ചിന്തിച്ചു. അവരുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രതീക്ഷ അസ്തമിച്ചു. വലിയ ദുഃഖത്തിലേക്ക്, പരാതികളിലേക്ക് ജീവിതം നീങ്ങുകയാണ് ചെയ്തത്. എന്നാൽ മോശ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി. അപ്പോൾ ദൈവം പറഞ്ഞു, മോശേ, നീ വടി നീട്ടുക. വടി നീട്ടി അവിടെ അത്ഭുതം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചത്. പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ദൈവം ജനങ്ങളെ സഹായിച്ചതെന്നൊക്കെ നമുക്കറിയാം. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? തന്നിലേക്ക് നോക്കാതെ, നമ്മുടെ കഴിവുകളിലേക്ക് നോക്കാതെ, നമ്മെ സൃഷ്ടിച്ചവൻ്റെ ആ കഴിവുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ വലിയൊരു വ്യത്യാസമുണ്ടായി, വലിയൊരു പ്രകാശമുണ്ടായി. ഇനി സാവൂളും സൈന്യവുമൊക്കെ ഈ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഒന്ന് പകച്ചു നിന്നു. ഗോലിയാത്തിൻ്റെ ഭീമാകാരമായ ഒരു രൂപം, പടച്ചട്ട, ഇവയൊക്കെ കണ്ടപ്പം മുറങ്ങലിച്ചു പോയി. എന്നാൽ ദാവീദ് എന്തു ചെയ്തു? അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കി. അവിടെ മാറ്റം സംഭവിച്ചു. എനിക്കിതിനെ നേരിടുവാനുള്ള ശക്തി തരുമെന്ന വലിയൊരു ബോധ്യം ദാവീദിനുണ്ടായിരുന്നു. ആ ബോധ്യമാണ് ഗോലിയാത്തിനെ നേരിടുവാനുള്ള ശക്തി അവന് പ്രദാനം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ തകർച്ചകളിലൂടെ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മിലേക്ക് തിരിയാതെ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ സാധിക്കട്ടെ. അങ്ങനെ തിരിയുമ്പോൾ വലിയ മാറ്റം ജീവിതങ്ങളിൽ ഉണ്ടാവും.